UDFന്റെ മുന്നൊരുക്കങ്ങൾ വളരെ വളരെ ശക്തമായ പ്രവർത്തനങ്ങളിലൂടെ എല്ലാ മുന്നൊരുക്കങ്ങളും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. പ്രചരണ രംഗത്തും പ്രവർത്തന രംഗത്തും UDF നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച്, അതുപോലെ തന്നെ KPCCയുടെയും പ്രതിപക്ഷ നേതാവിന്റെയും നിർദ്ദേശമനുസരിച്ച് കോൺഗ്രസ് സ്ഥാനാർത്ഥികളും എല്ലാ UDF സ്ഥാനാർത്ഥികളും വളരെ 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 ഊർജ്ജസ്വലമായ പ്രവർത്തന രംഗത്താണ്. സ്ഥാനാർത്ഥികളുടെ പര്യടനവും തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളും ഒക്കെ വളരെ നല്ല നിലയിലാണ് നടത്തിയത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റ് ഖാർഗെജിയും പ്രിയങ്കാജിയും മറ്റ് നിരവധി ദേശീയ നേതാക്കൾ ഞങ്ങൾ ഈ UDF പ്രചരണ യോഗങ്ങളിൽ വന്ന് പങ്കെടുത്തു. ഇന്ന് കോൺഗ്രസ് പ്രസിഡന്റ് നിങ്ങളോടും സംസാരിച്ചതാണ്. രാഹുൽ ഗാന്ധിക്ക് സത്യത്തിൽ ശാരീരികമായ ഒരു അസുഖം വന്നതുകൊണ്ടാണ് അദ്ദേഹം ഏതാണ്ട് വയനാടിന് പുറത്ത് 6 പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കാമെന്ന് നേരത്തെ പ്രോഗ്രാം കൊടുത്തിരുന്നതാണ്. 3 അദ്ദേഹത്തിന് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. ബാക്കി വയനാടിൽ അദ്ദേഹം നിരവധി പരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഒരു കാലത്തും ഇല്ലാത്ത രീതിയിൽ വളരെ അച്ചടക്കത്തോടുകൂടി ഐക്യത്തോടുകൂടിയാണ് ഇത്തവണ UDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നടന്നത്. അതിന് തീർച്ചയായിട്ടും കോൺഗ്രസ് പാർട്ടിയും UDFിലെ മറ്റെല്ലാ കക്ഷികളും UDFിനോട് പൂർണ്ണമായി സഹകരിച്ചു. KPCCക്കും ഏറ്റവും നല്ല രീതിയിൽ പ്രചരണം സംഘടിപ്പിക്കാനും പ്രവർത്തനം സംഘടിപ്പിക്കാനും വേണ്ടത് ഞങ്ങളുടെ കൂട്ടായിട്ടുള്ള തീരുമാനത്തിന്റെയും പ്രവർത്തനത്തിന്റെയും ഫലമായിട്ടാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF ഞങ്ങൾ നേരത്തെ തന്നെ ഞങ്ങളുടെ വിലയിരുത്തലിനെ കുറിച്ചും ആത്മവിശ്വാസത്തെ കുറിച്ചും പറഞ്ഞു. ഇന്ന് ഇപ്പോൾ കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലയടിക്കുന്നത് UDF തരംഗമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പായതുകൊണ്ട് ഒരു കാര്യം അതിന് ഒരു വിശദീകരണം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. മോദി വിരുദ്ധ തരംഗവും പിണറായി വിരുദ്ധ തരംഗവുമാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഭരണത്തിനും കേന്ദ്രത്തിലെ ഭരണത്തിനും എതിരായിട്ട് ജനങ്ങളുടെ ശക്തമായ അമർഷം അവർ അവരുടെ വോട്ടവകാശത്തിലൂടെ വിനിയോഗിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട്. ഈ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ സർക്കാരിന്റെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഇടതുമുന്നണി സർക്കാരിന്റെ വിലയിരുത്തലായി, പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി അംഗീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? CPIയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വൻ 2 തവണ പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പ് ഫലം LDF സർക്കാരിന്റെ വിലയിരുത്തലായിരിക്കും. CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാഷോട് ഞാൻ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് ഫലം പിണറായി സർക്കാരിന്റെ വിലയിരുത്തലായി LDF സർക്കാരിന്റെ വിലയിരുത്തലായി നിങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4-ാം തീയതി റിസൾട്ട് വന്നു കഴിയുമ്പോൾ ചോദിക്കേണ്ട ചോദ്യം ഇപ്പോഴേ ചോദിക്കുന്നു, അഡ്വാൻസായി. ദയനീയമായ പരാജയം LDFിനുണ്ടായാൽ ഞങ്ങളുടെ വിലയിരുത്തലനുസരിച്ച് BJPക്കും CPMനും 1 സീറ്റ് പോലും കിട്ടുകയില്ല. ദയനീയമായ പരാജയം LDFിനുണ്ടായാൽ ശ്രീ പിണറായി വിജയന്റെ ഗവൺമെന്റ് രാജിവെച്ച് ആ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ ജനവിധി തേടാൻ തയ്യാറാവുമോ? ഈ ചോദ്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാനത്തെ പ്രചരണത്തിന്റെ അവസാന ദിവസം ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആവർത്തിക്കുന്നില്ല. കാരണം കോൺഗ്രസ് പ്രസിഡന്റ് ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെയും പ്രധാനമന്ത്രിയുടെയും പ്രചരണങ്ങൾക്കെല്ലാം ഞങ്ങൾ മറുപടി പറഞ്ഞു. അതൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ മൊത്തത്തിലുള്ള വിലയിരുത്തലിനെ കുറിച്ച് UDFന്റെ നിഗമനങ്ങളെ കുറിച്ച് പ്രതിപക്ഷ നേതാവ് സംസാരിക്കും. വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോൾ കേരളത്തിലെ വോട്ടർമാരോട് UDFന് അഭ്യർത്ഥിക്കാനുള്ളത്, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നിങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്നാണ്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം എന്ന് ആവർത്തിച്ചു പറയാം. കാരണം 10 വർഷം ദേശീയതലത്തിൽ ഭരിച്ച BJP ഗവൺമെന്റ് ആ 10 വർഷത്തിന് മുമ്പ് പറഞ്ഞ ഒരു ഗ്യാരണ്ടിയും ചെയ്തില്ല.
പാചകവാതകത്തിന്റെ കാര്യത്തിൽ, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുറയ്ക്കുന്ന കാര്യത്തിൽ, നേരത്തെ പറഞ്ഞതുപോലെ 15 ലക്ഷം അക്കൗണ്ടിലിട്ട് തരുന്ന കാര്യത്തിൽ, കർഷകന്റെ വരുമാനം ഇരട്ടിയാക്കുന്ന കാര്യത്തിൽ, തൊഴിലില്ലായ്മ ഇല്ലാക്കുന്ന കാര്യത്തിൽ, ഈ 5 കാര്യത്തിലുള്ള ഗ്യാരണ്ടി നടപ്പാക്കിയില്ല. ഇപ്പം മോഡിയുടെ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വാക്കാണെങ്കിൽ പഴയ ചാക്കിന്റെ പോലും വിലയില്ലാത്തതാണ് ഈ ഗ്യാരണ്ടി. ഒരു കാര്യവും ചെയ്തിട്ടില്ല 10 വർഷത്തിന്റെ. അതുകൊണ്ടാണ് ഭരണനേട്ടം പറയാതെ വിദ്വേഷ പ്രചരണം മാത്രം നടത്തുന്നത്. ഇവിടെ മൻമോഹൻ സിംഗ് ഒരു പ്രസംഗം നടത്തിയതാണ് അദ്ദേഹത്തിന്റെ. ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണത്തെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിച്ചത്. അദ്ദേഹം അത് ചെയ്ത ആളാണ്. കാരണം ഇന്ത്യയുടെ ദേശീയ സാമ്പത്തിക പുരോഗതി 10% അപ്പുറത്താക്കി വരുമാനം വർദ്ധിപ്പിച്ച് ഖജനാവ് നിറഞ്ഞു കവിഞ്ഞപ്പോൾ ആ പണം എടുത്ത് കോർപ്പറേറ്റുകൾക്ക് കൊടുക്കുകയല്ല മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് ചെയ്തത്. ആ പണം ഉപയോഗിച്ച് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉണ്ടാക്കി ഇന്ത്യയിലെ കുഗ്രാമങ്ങളിലെ പാവപ്പെട്ടവന്റെ വീടുകളിൽ തീ പുകച്ചു. അതിന് ദേശീയ ഗ്രാമീണ ആരോഗ്യ ദൗത്യമുണ്ടാക്കി, വിദ്യാഭ്യാസ അവകാശ നിയമം ഉണ്ടാക്കിയ പണം പാവപ്പെട്ടവരിലേക്ക് പുനർവിതരണം നടത്തി. അതിനെക്കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ പറഞ്ഞത് എപ്പോഴും പ്ലാനിങ്ങിലും ആസൂത്രണത്തിലും സമ്പത്തിന്റെ നീതിപൂർവമായ വിതരണത്തിലും പ്രയോറിറ്റികൾ ഉണ്ടാകണം. ഏതൊക്കെ പ്രയോറിറ്റി അദ്ദേഹം പറഞ്ഞത്? പട്ടികജാതിക്കാർ, പട്ടികവർഗക്കാർ, പിന്നോക്ക ജനവിഭാഗങ്ങൾ, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ. ഇവർക്ക് ദുർബല വിഭാഗങ്ങളാണ്. അവർക്ക് പ്രത്യേകമായ പദ്ധതികളും പരിപാടികളും വേണം. ഈ ഒരു മനോഹരമായ പ്രസംഗത്തെ ഒരു ഭരണാധികാരി ഇന്ത്യയെ പോലുള്ള ഒരു സങ്കീർണമായ സമൂഹത്തിൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെ മനോഹരമായി അവതരിപ്പിച്ചപ്പോൾ അതിനെ ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണ് ഈ വിദ്വേഷ പ്രചരണം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രി 37 ദിവസവും രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസിനെതിരായും ഉള്ള പ്രചരണമാണ്. 37 ദിവസവും പൗരത്വ നിയമത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞങ്ങൾ നല്ല ചുട്ട മറുപടി പറയുന്നുണ്ട്. പച്ചക്കള്ളവും നട്ടാൽ കുറിക്കാത്ത നുണയുമാണ് മുഖ്യമന്ത്രി എല്ലാ ദിവസവും പറഞ്ഞത്. മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞു പൗരത്വ നിയമത്തിൽ കോൺഗ്രസ് എംപിമാർ സംസാരിച്ചില്ല, അവര് സോണിയാഗാന്ധിയുടെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയത്. അപ്പൊ ഞങ്ങൾ ശശി തരൂരിന്റെയും NK പ്രേമചന്ദ്രന്റെയും ET മുഹമ്മദ് ബഷീറിന്റെയും പ്രസംഗം എടുത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. പിന്നെ അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു, പൗരത്വ നിയമത്തിനെതിരായി കോൺഗ്രസ് വോട്ട് ചെയ്തില്ല എന്ന് പറഞ്ഞു. രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ മുഴുവൻ UDF എംപിമാരും കോൺഗ്രസ് എംപിമാരും പൗരത്വ നിയമത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയത് പാർലമെന്റിലെ രേഖയെടുത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചു കൊടുത്തു. എന്നിട്ടും മുഖ്യമന്ത്രി ആവർത്തിച്ച് കള്ളം പറയാ. ഈ പൗരത്വ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ പറഞ്ഞു. പാർലമെന്റ് പാസാക്കിയ നിയമം സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്, പൗരത്വം കൊടുക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റാണ്, കേന്ദ്ര ഗവൺമെന്റാണ്. നമ്മൾ ആ നിയമം ഇല്ലാതാക്കിയാണ് വേണ്ടത്, അല്ലാതെ അത് കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞത് കാപട്യമാണ്. 2019 കേസുകൾ പിൻവലിക്കാതിരുന്നത് BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മുഖ്യമന്ത്രി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാരണം സർക്കാരിനെതിരായിട്ട് അതിരൂക്ഷമായ വികാരമാണ്, അമർഷമാണ് ജനങ്ങളുടെ ഇടയിലുള്ളത്. 55 ലക്ഷം പേർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷനും 45 ലക്ഷം ക്ഷേമനിധി പെൻഷനും ഉൾപ്പെടെ 1 കോടി പാവപ്പെട്ടവർക്ക് 7 മാസമായി പെൻഷൻ കൊടുക്കാത്ത മുഖ്യമന്ത്രിയും സർക്കാരുമാണ് കേരളത്തിന്റേത്. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല, മരുന്ന് കമ്പനികൾക്ക് കൊടുക്കാനുള്ളത് കോടികളാണ്. കാരുണ്യ കാർഡ് സ്വീകരിക്കില്ല, സ്വകാര്യ ആശുപത്രികൾക്ക് കൊടുക്കാനുള്ളത് 1500 കോടിയാണ്. മാവേലി സ്റ്റോറിൽ സാധനങ്ങളില്ല, സപ്ലൈകോക്ക് കൊടുക്കാനുള്ളത് 4000 കോടിയാണ്. 16,000 കോടിയാണ് കരാറുകാർക്ക് കൊടുക്കാനുള്ളത്, ഒരു ജോലിയും നടക്കുന്നില്ല. പെൻഷൻകാർക്കും ജീവനക്കാർക്കും കൂടി കൊടുക്കാനുള്ളത് 40,000 കോടിയാണ്. ഈ സ്കൂൾ പൂട്ടിയത് നന്നായി, കാരണം സ്കൂളിലെ ഉച്ചഭക്ഷണത്തിന്റെ തുക HM-മാരുടെ പോക്കറ്റിൽ നിന്നാണ് എടുത്തു കൊടുത്തിരുന്നത്. ഖജനാവ് കാലിയായിരിക്കുന്നു, അവിടെ പൂച്ച പ്രസവിച്ച് കിടക്കുന്ന സ്ഥിതിയിലേക്കാണ് ഖജനാവ് പോകുന്നത്. വരാനിരിക്കുന്ന മാസങ്ങളിൽ ഒരു പൂച്ചയായിരിക്കില്ല, ഒരുപാട് പൂച്ചകൾക്ക് ഒരുമിച്ച് പ്രസവിക്കാൻ പറ്റുന്ന സ്ഥലമായി നമ്മുടെ ഖജനാവ് മാറി. ഈ ജനരോഷം, അതുപോലെ ഈ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. അക്രമം നടത്തിയതിനെ മുഖ്യമന്ത്രി പ്രോത്സാഹിപ്പിച്ചതിനെ തുടർന്നാണ് സിദ്ധാർത്ഥ് കൊല ചെയ്യപ്പെട്ടത്. വണ്ടിപ്പെരിയാറിൽ 6 വയസ്സുകാരിയെ DYFIക്കാരൻ പീഡിപ്പിച്ച് കൊന്നു കെട്ടിത്തൂക്കിയ കേസ് വെറുതെ വിട്ടു. 9ഉം 13ഉം വയസ്സുള്ള പെൺകുട്ടികൾ പീഡിപ്പിക്കപ്പെട്ട് കെട്ടിത്തൂക്കപ്പെട്ട കേസ് വെറുതെ വിട്ടു.
റിയാസ് മൗലവി എന്ന 6000 രൂപയ്ക്ക് ശമ്പളം പറ്റുന്ന ഒരു പാവം ഒരു പള്ളിയിൽ ജോലി ചെയ്യുമ്പോൾ നിരപരാധിയായ അയാളെ RSSകാർ കഴുത്തറുത്തുന്ന കേസ് വെറുതെ വിട്ടു. കേരളത്തിലെ പോലീസും പ്രോസിക്യൂഷനും എല്ലാം CPMകാർക്ക് വേണ്ടി പണിയെടുക്കുന്ന ഏർപ്പാടായി കേരളം മാറി. ഇവിടെ കരുവന്നൂരിൽ 300 കോടി രൂപയുടെ കൊള്ളയാണ് CPM നടത്തിയത്. 1 ലക്ഷം രൂപയ്ക്ക് 10 സെന്റ് പണയം വെച്ച പാവപ്പെട്ടവന്റെ ഭൂമിയെടുത്ത് 50 ലക്ഷം രൂപയ്ക്ക് രണ്ടാമത് പണയപ്പെടുത്തി ഇവരെ പണം അടിച്ചു മാറ്റി. 6 മാസം കഴിഞ്ഞപ്പോൾ 50 ലക്ഷത്തിന്റെയും പലിശയും കൊടുക്കാൻ പണ്ട് ഈ പാവപ്പെട്ടവന്റെ വീട്ടിൽ നോട്ടീസ് വരികയാണ്. എത്രയോ പേര് ആത്മഹത്യ ചെയ്ത്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് ഇപ്പോഴും നോർമലാണ്. എവിടത്തെ കരുവന്നൂരില് 300 കോടി CPM കൊള്ളയടിച്ചു കൊണ്ടുപോയി വ്യാജ അക്കൗണ്ടിൽ ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് അവിടെ നോർമലാണെന്ന് ഒരു മുഖ്യമന്ത്രി പറയും. ഇത്രയും പേര് ആത്മഹത്യ ചെയ്ത ഒരു കരുവന്നൂർ ബാങ്കിൽ. അങ്ങനെ വ്യാപകമായി കേരളത്തിലെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ പാർട്ടിക്കാർക്ക് എല്ലാ അനുവാദവും കൊടുക്കുന്ന, എന്തു വൃത്തികേടുകൾ കാണിക്കാനും അനുവാദം കൊടുക്കുന്ന ഒരു സംവിധാനമായി സംസ്ഥാനത്തെ ഭരണകൂടം മാറി. ഇവരിപ്പോ BJPയുമായി ബാന്ധവമാണ്. എന്താണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ ഇന്നലെ കൊല്ലത്ത് പത്രസമ്മേളനത്തിൽ പറഞ്ഞത്? ഗുജറാത്ത് BJP തൂത്തുവാരും എന്നാണ് ഗോവിന്ദൻ പറയുന്നത്. അത് പറയുന്നത് BJPയുടെ നേതാവല്ല, CPMന്റെ സംസ്ഥാന സെക്രട്ടറി. കോൺഗ്രസ് 100 സീറ്റ് തികക്കില്ല. അപ്പൊ പിന്നെ BJP വരുമെന്നല്ലേ പറയുന്നത്. കോൺഗ്രസ് 100 സീറ്റ് തികച്ചില്ലെങ്കിൽ CPM ആണ് ഭരിക്കാൻ പോണ കേന്ദ്രത്തിൽ. 18ഓ 19ഓ സീറ്റിൽ അതാകെ മത്സരിക്കുന്നത്. ബാക്കിയൊക്കെ തോറ്റ് തുന്നം പാടുന്ന സീറ്റിലാണ്. അപ്പൊ 18ഓ 19ഓ സീറ്റിൽ മത്സരിക്കുന്ന CPM കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമെന്നാണോ പറയുന്നത്? പ്രകടന പത്രിക ഇറക്കി. അത് വലിയ തമാശയാണ്. കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പറയാനാ പ്രകടന പത്രിക. CPM പ്രകടന പത്രിക ഇറക്കിയിരിക്കുക. കേന്ദ്രത്തിൽ അധികാരത്തിൽ വരുമ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ആളുകളെ കബളിപ്പിക്കുകയാണ്. എന്നിട്ട് ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ BJP കേരളത്തിൽ അടിച്ചു കയറിയാണെന്ന് LDF കൺവീനർ പറയുന്നു. കോഴിക്കോടത്തെ BJP സ്ഥാനാർത്ഥി ഇറക്കിയിരിക്കുന്ന നോട്ടീസിൽ താൻ മിടുമിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്ന് LDF കൺവീനർ തന്നെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പ്രചരണം കോഴിക്കോടത്തെ BJP സ്ഥാനാർത്ഥിയുടെ. അപ്പോ ഒരാൾ പറയുന്നു ഗുജറാത്ത് തൂത്തുവാരും BJP, കോൺഗ്രസിന് 100 സീറ്റ് കിട്ടില്ല. വേറെ LDF കൺവീനർ വന്ന് പറയുന്നു മിടുമിടുക്കരായ സ്ഥാനാർത്ഥികളാണ് BJPയുടേത് എന്ന് കേരളത്തിൽ പറയുന്നു. ഇവരാരുടെ കൂടെയാണ്? പ്രധാനമന്ത്രി ഡൽഹിയിൽ പ്രസ്താവന ഇറക്കുന്നു. രാഹുൽ ഗാന്ധി ഉത്തരേന്ത്യയിൽ നിന്ന് ഒളിച്ചോടി വയനാട്ടിൽ മത്സരിക്കുന്നു. അദ്ദേഹം മത്സരിക്കുന്നത് വാരണാസിയിലാണ്, ഗുജറാത്തിലല്ല. പിറ്റേ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്റ്റേറ്റ്മെന്റാണ് ഉത്തരേന്ത്യയിൽ നിന്നും രാഹുൽ ഗാന്ധി ഒളിച്ചോടി വയനാട്ടിൽ മത്സരിക്കുന്നു. ഇവരുടെ രണ്ടുപേരുടെയും പ്രസ്താവന തയ്യാറാക്കുന്നത് ഒരു സ്ഥലത്താണ്. BJPയെ ഭയന്നാണ് പിണറായി വിജയൻ ഭരിക്കുന്നത്. പേടിച്ചിട്ടാണ് ഭരിക്കുന്നത്. പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ്. അവര് ഇലക്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ മാസപ്പടി വിവാദം ഒന്നും കൂടി 2 നോട്ടീസൊക്കെ കൊടുത്ത് ഒന്നും കൂടി സ്ട്രോങ് ആക്കി. കരുവന്നൂര് ഒന്നും കൂടി സ്ട്രോങ് ആക്കി. ഇവരെ ഭയപ്പെടുത്താനാണ്. ഇവരതിൽ പേടിച്ചുപോയി. ഇവരതിൽ ഭയന്നാണ് നിൽക്കുന്നത്. ഭയന്നാണ് BJPയെ ഭയന്നാണ് മുഖ്യമന്ത്രി ഭരിക്കുന്നത്. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രാഹുൽ ഗാന്ധിക്കെതിരായി സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കെതിരായി എത്ര മോശമായ പരാമർശമാണ് അൻവർ നടത്തിയത്. ആ നടത്തിയതല്ല പ്രശ്നം, ആ നടത്തിയതിനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണ്. ബിലോ ദ ബെൽറ്റ് ഹിറ്റ് എന്ന് പറയുന്നത് ഏറ്റവും മോശമായി ഹീനമായ തന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. പാനൂരിൽ ഞങ്ങൾക്കെതിരെ തയ്യാറാക്കി വെച്ചിരുന്ന ബോംബ് പൊട്ടി CPMകാരൻ തന്നെ മരിച്ചു. പിന്നെ നുണബോംബുമായിട്ട് വന്നു. വ്യാജ വീഡിയോ, അത് ഏതു വഴിക്ക് പോയി? ആ നുണബോംബ് ചീറ്റിപ്പോയി. അപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ CPMന്റെ മുഴുവൻ അജണ്ടയും LDFന്റെ മുഴുവൻ അജണ്ടയും തീർത്തും പാളിപ്പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ജനരോഷം സർക്കാരിന്റെ അഴിമതിക്കെതിരായി, കെടുകാര്യസ്ഥതയ്ക്കെതിരായി, ധന മിസ്മാനേജ്മെന്റിനെതിരായി, കേരളത്തെ തകർത്തതിനെതിരായിട്ടുള്ള അതിരൂക്ഷമായ ജനരോഷവും അമർഷവും പ്രതിഷേധവും കേരളത്തിലുണ്ട്. കേന്ദ്ര സർക്കാരിനെ കുറിച്ചുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ട്, അരക്ഷിതത്വമുണ്ട്. അത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, ജനാധിപത്യത്തെ ഇഷ്ടപ്പെടുന്നവർക്കും മതേതരവാദികളുടെ എല്ലാവരുടെയും മനസ്സിലൊരു ഈ അരക്ഷിതത്വമുണ്ട്. അപ്പൊ ഈ 2 സർക്കാരുകൾക്കും എതിരായിട്ടുള്ള ഈ ഭരണവിരുദ്ധ വികാരങ്ങളും അതോടൊപ്പം കോൺഗ്രസും UDFും മുന്നോട്ട് വയ്ക്കുന്ന ഓൾട്ടർനേറ്റീവ് പകരം എന്തു ചെയ്യും എന്നുള്ള കൃത്യമായ വർത്തമാനമാണ് ഈ തെരഞ്ഞെടുപ്പിൽ UDFനെ സഹായിക്കാൻ പോകുന്നത്. ബഹുമാന്യനായ APCCയുടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങളുടെ വിലയിരുത്തൽ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് കേരളത്തിലെ 20ൽ 20 സീറ്റും UDFന് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിഞ്ഞ്
ചരിത്ര വിജയം നേടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല, ഞങ്ങള് പറയാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ UDF-ഉം LDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം തിരുവനന്തപുരത്ത്, അതിന് മുമ്പിലത്തെ പ്രാവശ്യവും 2 പ്രാവശ്യം BJP ആണ് 2ാം സ്ഥാനത്ത് തിരുവനന്തപുരത്ത് വന്നത്. തൃശ്ശൂരിൽ BJP 3ാം സ്ഥാനത്താണ് പോയിരുന്നത്. അതാണ് അതിന്റെ കണക്ക്. അപ്പൊ ഞങ്ങള് അവിടെ ട്രയാങ്കുലർ ഫൈറ്റാണ് ഈ 3 സ്ഥലത്തും നടക്കുന്നത്. കാരണം കഴിഞ്ഞ പ്രാവശ്യവും അവർ തൃശ്ശൂർ കുറെ വോട്ട് പിടിച്ചിരുന്നു ബാക്കിയുള്ള സ്ഥലങ്ങളായിട്ട് കമ്പയർ ചെയ്തുകൊണ്ട്. കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിലാണ് മത്സരം നടക്കുന്നത്. ഈ സീറ്റിൽ മാത്രം കഴിഞ്ഞ 2 പ്രാവശ്യം BJP 2ാം സ്ഥാനത്ത് വന്നത്. അല്ലാതെ EP ജയരാജൻ പറയുന്നത് പോലെ LDF അല്ല BJP അടിച്ചു കയറും, ഒരുപാട് സ്ഥലത്ത് 2ാം സ്ഥാനത്ത് വരും എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഇനി എവിടെ അവർ 2ാം സ്ഥാനത്ത് വന്നാലും LDF അവിടെ 3ാം സ്ഥാനത്തായിരിക്കും. അല്ലാതെ അദ്ദേഹത്തിന് പറയാനല്ല, സ്ഥാനാർത്ഥിയാണല്ലോ അദ്ദേഹം. 2ാം സ്ഥാനത്താണോ 3ാം സ്ഥാനത്താണോ നിൽക്കുന്നതെന്ന് പന്ന്യൻ രവീന്ദ്രനെ പോലും സ്ഥാനാർത്ഥി പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ശശി തരൂര് ജയിക്കുമെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ അത് പന്ന്യൻ രവീന്ദ്രൻ സ്ഥാനാർത്ഥിയാണ്, ശശി തരൂര് ജയിക്കുമെന്ന് അദ്ദേഹത്തിന് പറയാൻ പറ്റും. അല്ല, അതുണ്ട്, അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇതാണ്. കഴിഞ്ഞ വോട്ടിംഗ് പാറ്റേൺ നോക്കിയാൽ കഴിഞ്ഞ പ്രാവശ്യത്തെയും അതിന് മുമ്പിലത്തെ പ്രാവശ്യത്തെയും വോട്ടിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ LDF വളരെ താഴെയാണ്. LDF-ന്റെ സ്ഥാനാർത്ഥികൾ വോട്ട് പിടിച്ചിരുന്നത് വളരെ താഴെ. അതുകൊണ്ട് ആ പാറ്റേൺ, വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുമ്പോൾ ഞാനതല്ല ആദ്യം മറുപടി പറഞ്ഞത്. അദ്ദേഹം ചോദിച്ചപ്പോൾ ഞാൻ മറുപടി പറയാം. വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കിയാൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ല, അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റ്, ഞാൻ പറഞ്ഞോളാം. എന്റെ കാര്യമല്ലേ? അല്ല എന്റെ കാര്യം. അദ്ദേഹം ആക്ടിംഗ് പ്രസിഡന്റാണ്. ഞാൻ മാറുന്നല്ലേ ചോദിച്ചത്, ക്ലിയർ ആയിട്ട്. എന്നോട് ചോദിച്ചപ്പോൾ അല്ല, എന്നോട് ചോദിച്ചാൽ മതി. അല്ല, KPCC ഇപ്പൊ നമ്മളൊരു താൽക്കാലിക സംവിധാനമല്ലേ. ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഉജ്ജ്വലമായ വിജയം ഉണ്ടാവും. അത് ഞങ്ങളുടെ കൂട്ടായ നേതൃത്വത്തെ, ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, കേരളത്തിലെ കോൺഗ്രസിന്റെയും UDF-ന്റെ ഘടകകക്ഷികൾ, ഞാൻ കണ്ടിട്ടില്ല ഇത്രമാത്രം ഘടകകക്ഷികൾ ഇത്രയും മാത്രം പ്രവർത്തിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിലും. അവർ കേരളം മുഴുവൻ നടന്ന് പ്രവർത്തിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരും കേരള കോൺഗ്രസിന്റെ പ്രവർത്തകരും എല്ലാവരും, നേതാക്കൾ എല്ലാവരും. ഇത്രയും ടീം വർക്ക് ഒരു കാലത്ത് ഉണ്ടായിട്ടില്ല. ആ ടീം വർക്കിന്റെ വിജയമായിരിക്കും. ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ സാങ്കല്പികമായൊരു ചോദ്യമാണ്, ഞങ്ങൾക്ക് പരാജയം ഉണ്ടാവില്ല. ഉണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം UDF ചെയർമാൻ എന്നുള്ള നിലയിൽ എനിക്കായിരിക്കും. കണ്ണൂരൊക്കെ നന്നായി മത്സരം നടക്കുന്ന സ്ഥലങ്ങളല്ലേ, അവിടെ KPCC പ്രസിഡന്റ് ജയിക്കും, നല്ല ഭൂരിപക്ഷം ജയിക്കും. മുൻ PA അല്ലേ, അവനെ പറഞ്ഞു പണ്ട് വിട്ടതല്ലേ പുള്ളി. അവനേതെങ്കിലും വഴിക്ക് പോട്ടെ, എന്താ ഇത്ര അതിന്റെ വാർത്ത? അവനെ പറഞ്ഞു വിട്ടല്ലേ, പുള്ളിയുടെ കൂടെ പറ്റില്ല എന്നാണ്ടിട്ട് പറഞ്ഞു വിട്ടല്ലേ അവനെ. അപ്പൊ അവൻ ഏതെങ്കിലും വഴിക്ക് പോകണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോഴത്തെ PA അല്ലല്ലോ. കേരളത്തിലെ ജനങ്ങളിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായി, രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവാൻ പോവുകയാണ്. പക്ഷെ ഇത്തവണ 2024 അത് എത്തുമ്പോൾ കേരളത്തിലെ ജനങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണയും ഇല്ല. അതുകൊണ്ട് 2019 UDF-നുണ്ടായ വിജയം ഉണ്ടാവില്ല എന്നുള്ളതാണ് LDF നേതാക്കൾ എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ BJP ജയിക്കുമെന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം ദേശീയതലത്തില്. അതാണ് ഞാൻ പറഞ്ഞത്. CPM നേതൃത്വം നേരിട്ടും പ്രത്യക്ഷമായും പരോക്ഷമായും പ്രചരിപ്പിക്കുന്നത് കോൺഗ്രസ് ജയിക്കില്ല, അധികാരത്തിൽ വരില്ല, BJP അധികാരത്തിൽ വരുമെന്നാണ്. അപ്പൊ ഇന്നലെ ഗവൺമെന്റ് കൊല്ലത്ത് പറഞ്ഞതും അതിന്റെ തുടർച്ചയാണ് ഈ പ്രചരണവും. മനസ്സിലായില്ലേ? അതിനേക്കാൾ രൂക്ഷമായ അന്തരീക്ഷമാണ് ഇന്ന് നിൽക്കുന്നത്. നിങ്ങൾക്കറിയാലോ, തെരഞ്ഞെടുപ്പ് തുടങ്ങിയുള്ള അന്തരീക്ഷം അല്ലല്ലോ ദേശീയതലത്തിൽ. ദേശീയതലത്തിൽ ഇപ്പോൾ ധാരാളം സർവേ വരുന്നുണ്ട്. ഇപ്പൊ ആരെങ്കിലും BJPക്ക് 400 സീറ്റ് പറയണ്ടോ? ഇപ്പൊ ആരെങ്കിലും 300 സീറ്റ് BJPക്ക് പറയണ്ടോ? പറയുന്നില്ല. ഇപ്പൊ നെക്ക് ടു നെക്ക് ഫൈറ്റാണ് BJPയും ഇന്ത്യ മുന്നണിയും, NDAയും ഇന്ത്യ മുന്നണിയും തമ്മിൽ നെക്ക് ടു നെക്ക് ഫൈറ്റാണ്.
ഇനി അവരൊരു പറയുന്നുണ്ട് എന്താണ്, ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല. അത് നമ്മൾ ഇന്ത്യ ചരിത്രം പരിശോധിച്ചാൽ നന്നായിട്ട് അറിയാം ഇടത് ഏത് കാലത്താണ് ഇന്ത്യയുടെ കൂടെ നിന്നതെന്ന്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഉണ്ടായിരുന്നില്ല, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ ഉണ്ടായില്ല, സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഉണ്ടായില്ല. അത് കഴിഞ്ഞിട്ട് ഈ 2021 ആദ്യമായിട്ട് ദേശീയ പതാക ഉയർത്താന്ന് 73 കൊല്ലത്തിന് ശേഷം തീരുമാനിച്ച പാർട്ടിയാണ് CPM. എന്നിട്ടാണ് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നാണ്. ഇനി മൻമോഹൻ സിംഗിന്റെ ഗവൺമെന്റ് വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഉൾപ്പെടെ കർഷകർക്കുള്ള ആനുകൂല്യം ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ BJPയുമായിട്ട് ഒരുമിച്ച് ചേർന്ന് ആ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ നോക്കിയവരാണ് പിന്തുണ പിൻവലിച്ച്. ആര്? ഇടതുമുന്നണി. ഇടതുമുന്നണിയുടെ ഈ ഇടതു പാർട്ടികളുടെയും CPMന്റെയും പിന്തുണയില്ലാതെയാണ് 2009 വീണ്ടും മൻമോഹൻ സിംഗ് അധികാരത്തിൽ വന്ന് പ്രധാനമന്ത്രിയായത്. അപ്പോൾ ഇവര് അവിടെ പോയാൽ, ഏതെങ്കിലും CPM MP അവിടെ പോയാൽ അവിടെ ഇന്ത്യ മുന്നണിയുടെ കൂടെ നിൽക്കുമെന്നും കോൺഗ്രസ് ഏറ്റവും വലിയ കക്ഷിയായ കോൺഗ്രസിന് പിന്തുണ കൊടുക്കുന്ന ഒരു ഉറപ്പില്ല പല ഇതിന്റെ അകത്ത്. അവരെപ്പോ വേണമെങ്കിലും BJPയായിട്ട് കൂടാ. പിണറായി വിജയൻ ഒരു ഇന്റർവ്യൂവിൽ ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്, ചില തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് RSSന്റെ വോട്ട് വേണ്ടാണ്. പക്ഷെ എല്ലാ തെരഞ്ഞെടുപ്പിലും ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഓരോ തെരഞ്ഞെടുപ്പിലും മാറി മാറി പറയും. അതിനാണ് അവസരവാദം എന്ന് പറയുന്നത്. അപ്പൊ വളരെ കൃത്യമാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം ഇന്ത്യയിൽ അധികാരത്തിൽ വരണമെന്നാണ്. എന്റെ ഒറ്റ ചോദ്യമുള്ളൂ CPMന്റെ എല്ലാ പ്രചരണങ്ങൾക്കും. ആ വർഗീയ വിരുദ്ധ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോം മൈനസ് കോൺഗ്രസ് എന്താണ്? 0 ആണ്. കോൺഗ്രസ് ഇല്ലാതെ ഈ രാജ്യത്ത് ഒരു വർഗീയ ഫാസിസ്റ്റ് വിരുദ്ധ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പൊ കോൺഗ്രസിനെ ദുർബലമാക്കിയാൽ ആ പ്ലാറ്റ്ഫോം ഇല്ലാതാവും. ഇപ്പൊ CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കോൺഗ്രസിനെ ദുർബലമാക്കി ഈ BJPയെ സന്തോഷിപ്പിക്കുകയും BJPയെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുക. ഈ കേസാണ് പ്രശ്നം. ഈ മാസപ്പടിയും മറ്റൊക്കെയാണ് പ്രശ്നം. അതാണ്, പേടിയാണ്. അതുകൊണ്ട് പ്രധാനമന്ത്രി ഡൽഹിയിൽ പറഞ്ഞു, ഞാൻ പോലും ഉപയോഗിക്കാത്ത കടുത്ത ഭാഷയിലാണ് കേരളത്തിലെ മുഖ്യമന്ത്രി രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നതെന്ന് നരേന്ദ്രമോദിയെ പറയണത്. അപ്പൊ നരേന്ദ്രമോദിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാഹുൽ ഗാന്ധിയെ പറ്റിയൊക്കെ മോശമായിട്ട് പറയണത്. അപ്പൊ ഇവര് പോയിട്ടൊരു കാര്യമില്ല. കോൺഗ്രസ് ദുർബലമാകരുത്. ഒരു സീറ്റ് കോൺഗ്രസിന്റെ കുറയരുത്. ഒരെണ്ണം കുറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള പാർട്ടിയുടെ നേതാവിനെയാണ് ഇന്ത്യൻ പ്രസിഡന്റ് മന്ത്രിസഭ രൂപീകരിക്കാൻ ശ്രമിക്കുന്നത്. അത് ജനങ്ങൾക്കറിയാം. മതേതരത്വത്തിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ആളുകൾക്കറിയാം. മൈനസ് കോൺഗ്രസ് ഒന്നുമില്ല. സീനിയർ നേതാവാണ് കേരളത്തിലെ. പക്ഷേ ഈ മത്സരം നടക്കുമ്പോൾ തുടക്കം മുതൽ ശശി തരൂർ പറഞ്ഞ കാര്യം പന്നിനെന്ത് ഇവിടുത്തെ കാര്യം എന്നാണ്. മത്സരം BJP കോൺഗ്രസ് തമ്മിലാണ്. അപ്പോൾ ഒരു സീനിയർ നേതാവ് മത്സരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് കാര്യമെന്നാണ്? അതൊക്കെ ഓരോ തലത്തിൽ സ്ഥാനാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പലതും പറയും. ശശി തരൂർ കൗശലക്കാരനാണ് എന്നൊക്കെ പറഞ്ഞ് പന്ന്യൻ രവീന്ദ്രന് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഞാനും പന്ന്യനും തമ്മിൽ മത്സരിക്കുമ്പോൾ മാത്രമാണ് ഞങ്ങൾ വലിയ സ്നേഹപൂർവ്വമുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞത്. ഞാൻ പറഞ്ഞിരുന്നു പന്ന്യൻ വലിയ നേതാവാണെന്ന് പറഞ്ഞു. അപ്പോൾ പന്ന്യൻ പറയും ചെറുപ്പക്കാരിൽ വളർന്നു വരുന്ന നേതാവാണ് സതീശ് എന്ന് പറയും. ഞങ്ങൾ തമ്മിൽ മത്സരിക്കുക പറവൂരിൽ 2011. അത് എല്ലായിടത്തും എല്ലാവരും മത്സരിക്കുമ്പോൾ ഉണ്ടാവുക. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഭയങ്കര സുഹൃത്തുക്കള സ്നേഹമൊക്കെ. ഇവിടെ ഈ ശശി തരൂർ അത് പറയാൻ കാര്യം, അത് ഈ ജനാധിപത്യ ഈ ഫാസിസ്റ്റ് വിരുദ്ധ വർഗീയ വിരുദ്ധ വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യാതെ പോയിരിക്കാൻ വേണ്ട. കാരണം LDFന് വളരെ കുറച്ച് വോട്ടാണ് തിരുവനന്തപുരത്ത് കിട്ടുന്നത്. അപ്പൊ LDF കൂടുതൽ വോട്ട് പിടിച്ച് ആ മറ്റേ പ്ലാറ്റ്ഫോമിൽ കിട്ടേണ്ട വോട്ട് സ്പ്ലിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശശി തരൂർ പൊളിറ്റിക്കലായിട്ട് പറഞ്ഞതല്ലേ. കഴിഞ്ഞ 2 പ്രാവശ്യത്തെ വോട്ടിംഗ് പാറ്റേൺ വെച്ച് പറഞ്ഞാണെന്ന്. അതിൽ എത്ര സീറ്റ് കിട്ടിയാൽ അത് സർക്കാരിന്റെ വിലയിരുത്തലാവുമെന്ന് MP ഗോവിന്ദനോട് ചോദിച്ചപ്പോൾ 2 സീറ്റ് കിട്ടിയാൽ സർക്കാരിന്റെ വിലയിരുത്തലാവും. കാരണം കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് ഒരു സീറ്റ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ നിങ്ങളോട് പറയുന്ന അതാണ്, നിങ്ങൾ മൈക്കിൽ ചോദിക്കരുത്, ഇതുപോലെ ചോദിക്കരുത്. കേരളത്തിലെ ഏതെങ്കിലും CPM നേതാവിനോട്, മുഖ്യമന്ത്രിയോട് അടക്കം നിങ്ങൾ പോയി രഹസ്യമായിട്ട് ചോദിക്കുക, ഒരു സീറ്റ് അവർക്ക് ഉറപ്പ് പറയാൻ പറ്റുമെന്ന് ചോദിക്കണം. ഒരു സീറ്റ് നിങ്ങൾ BJPക്കാരോടും ചോദിക്കണം. ഞാൻ സത്യസന്ധമായിട്ട് ചോദിക്കാം, ഒരു സീറ്റ് അവർക്ക് ഉറപ്പായിട്ട് ഞങ്ങൾ ജയിക്കും എന്ന് പറയാൻ പറ്റുമോ? സീറ്റും ജയിക്കില്ല. അപ്പോൾ 2 സീറ്റ് കിട്ടിയാൽ ലാഭം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി പറയുകയാണ്. മനസ്സിലായേ? പ്രധാനമന്ത്രി 2 അക്കം പറഞ്ഞപ്പോ CPM സംസ്ഥാന സെക്രട്ടറി 2 സീറ്റാണ് പറയുന്നത്. 2 കിട്ടിയ ലാഭം. ഒരേ സംഖ്യയാണ്. പ്രചരണത്തിന്റെ തുടക്കത്തില് BJPയും
കോൺഗ്രസും തമ്മിൽ ഒരു ധാരണയുണ്ട് പല മണ്ഡലങ്ങളിലും എന്നൊരു ആരോപണം നമ്മൾ തന്നെ പറഞ്ഞിരുന്നു. ആര് പറഞ്ഞത്? UDF തന്നെ പറഞ്ഞിരുന്നു. അല്ല UDF നേതാക്കൾ പറഞ്ഞിരുന്നു. എന്തായി പറയണ? അല്ല എന്തായി പറയണ? BJPയും CPM ഞാൻ കോൺഗ്രസ് എന്നായിരുന്നു പറഞ്ഞത്. CPM ചില മണ്ഡലങ്ങളിൽ നിങ്ങൾ ഈ പ്രചരണം പൂർത്തിയാക്കി കഴിഞ്ഞു. ഏതെങ്കിലും മണ്ഡലങ്ങളിൽ അങ്ങനെ ഒരു ധാരണ നിങ്ങൾക്ക് തോന്നുന്നു? തീർച്ചയായിട്ടും തൃശ്ശൂര് ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിനു മുമ്പേ പറഞ്ഞതാണ്, 1.5 മാസം മുമ്പേ പറഞ്ഞതാണ്, കരുവന്നൂരിലെ ED അന്വേഷണം 1. ED അന്വേഷണത്തിൽ ഈ നേതാക്കന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുക, അവരുടെ കുഴപ്പം കാണിക്കുക, അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നിക്കുക, ചെയ്യില്ല, വിടും. രണ്ടാമത് വിളിക്കുക, വീണ്ടും അതുപോലെ തന്നെ ചെയ്യുക. മൂന്നാമതും വിളിക്കുക, അതുപോലെ ചെയ്യുക. അപ്പൊ അറസ്റ്റ് ചെയ്യുമെന്നുള്ള ഭീഷണിയിൽ ഡെമോക്ലീസിന്റെ വാള് പോലെ അവരുടെ തലയ്ക്ക് മീതെ മുഴുവൻ CPM സെക്രട്ടറിയുടെ അടക്കം ഇന്നുവരെ വിളിപ്പിച്ചിരിക്കുകയാണ്, പേടിപ്പിച്ച് നിർത്തിയേക്കാണ് അവരെ. അതായത് നിങ്ങൾ ഇവർക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും കഴിഞ്ഞാൽ അകത്താവും എന്നുള്ള ഭീഷണിയാണ് അവർക്കെതിരെ ഉള്ളത്. അതിൽ വീണിരിക്കുകയാണ്. പിന്നെ CPM ചെയ്തു കൊടുത്തത് എന്താ? തൃശൂർ പൂരം അലങ്കോലാക്കി അവിടെ ഒരു വർഗീയ അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി, പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഒരു വർഗീയ അജണ്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു കോൺസ്പിറസി നടന്നു. ഞാൻ ചോദിക്കട്ടെ, ഒറ്റ ചോദ്യം. രാത്രി മുതൽ വെളുപ്പാങ്കാലം വരെ ഒരു കമ്മീഷണർ അഴിഞ്ഞാടി എന്ന് പറയണം, ആണല്ലോ കേസ്, എല്ലാവരും പറഞ്ഞതല്ല, ഒരു കമ്മീഷണർ അഴിഞ്ഞാടി. ഇവിടെ 2 തൃശ്ശൂരത്തെ മന്ത്രിമാരുടെ ക്യാമ്പുണ്ട്. ഈ 2 മന്ത്രിമാർ ഈ കമ്മീഷണർ അഴിഞ്ഞാടുന്ന കണ്ടില്ലേ? അയാളെ നിയന്ത്രിച്ചില്ലേ? അയാളൊരു ഫോൺ പോലും ചെയ്തില്ലേ? ഇനി അവര് പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ മുഖ്യമന്ത്രിയെ അറിയിച്ച് ഈ കമ്മീഷണർ അഴിഞ്ഞാടുന്നൊന്നും നിയന്ത്രിക്കാൻ പറ്റില്ലേ? ADGP സ്ഥലത്തുണ്ടായിരുന്നല്ലോ, അപ്പൊ ഈ കമ്മീഷണർ അഴിഞ്ഞാടിയത് നിയന്ത്രിച്ചില്ലേ? മുഖ്യമന്ത്രി എന്ന് ഓർക്കും ആവോ? നേരത്തെ മുഖ്യമന്ത്രിക്ക് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടും ഇന്റലിജൻസ് റിപ്പോർട്ടും അപ്പ കിട്ടുമല്ലോ മിനിറ്റിന്. ഈ കമ്മീഷണർ അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുന്നത്, ഒരു രാത്രി മുഴുവൻ അഴിഞ്ഞാടുന്നത്, പിറ്റേ ദിവസം വെളുപ്പാങ്കാലം വരെ അഴിഞ്ഞാടുന്നത്. ഇതെന്താണ്? ഇത് കേട്ടുകേഴ്വളം. ഇറ്റ് വാസ് എ പ്ലോട്ട്, ഒരു പ്ലോട്ടായിരുന്നു, പ്ലോട്ട്. ഒരു വർഗീയ അജണ്ട അവിടെ ഉണ്ടാക്കാൻ BJPയെ സഹായിക്കുന്നതിന് പ്രാപ്തമായ ഒരു അജണ്ട ഉണ്ടാക്കിയായിരുന്നു, സഹായിക്കാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്താ? പക്ഷേ ഈ ശബരിമലയിലെ പോലെ ആവുമെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ കേട്ടില്ല. എന്നോട് ഇന്നലെ പത്രക്കാരി ചോദിച്ചപ്പോഴാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കേട്ടത് മറ്റേതാണ്, മറ്റേ BJP ചേരാൻ വേണ്ടിയിട്ട് ഒരു CPMന്റെ തലയെടുപ്പുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കണ്ടിരുന്നു പറഞ്ഞു. ശോഭാ സുരേന്ദ്രന്റെ ഒരു പ്രസ്താവന ഞാൻ കണ്ടു. അപ്പോ എങ്ങാൻ BJP പോയാൽ തല്ലി കാലൊടിച്ച് കളയുമെന്ന് കണ്ണൂർ ലോബി പറഞ്ഞുകൊണ്ട് പുള്ളി ചേർന്നില്ല, ഇല്ലെങ്കിൽ മഹാരാഷ്ട്ര ഗവർണർ ആകാൻ പോയ എന്ന് പറഞ്ഞു. അത് ഞാൻ കേട്ടായിരുന്നു. ഞാൻ എന്ത് ഈ ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഞാൻ ആവർത്തിക്കാൻ നിൽക്കാൻ ഞാൻ പിണറായി വിജയനല്ലല്ലോ. അത് അവര് തെളിയിക്കട്ടെ, അവര് പറഞ്ഞ കാര്യം. അല്ല, ഞാൻ പറഞ്ഞിട്ടെങ്കിൽ ഇപ്പോ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്ന ഒരാൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ അത് ഏറ്റുപിടിക്കുന്ന ആരാളല്ല ഞങ്ങളല്ല, ഞങ്ങളത് പറയേണ്ട ആവശ്യമില്ല. അത് ആരോപണം ഉന്നയിച്ചവർ അത് തെളിയിക്കട്ടെ. ഞങ്ങളെപ്പോഴും ആ സ്റ്റാൻഡല്ലേ എടുക്കാറുള്ളത്. ഞങ്ങൾ ആർക്കെങ്കിലും എതിരായി എന്തെങ്കിലും ഇല്ലാതെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ടോ? നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പത്മജ വേണുഗോപാല് കോൺഗ്രസ് വിട്ടു പോയപ്പോ ഈ പിണറായി വിജയന്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു, നാണം കെട്ട പാർട്ടിയെന്നു കോൺഗ്രസിനെ പറ്റി. അപ്പൊ അദ്ദേഹത്തിന് ഒരു മറുപടി കൊടുത്തിരുന്നു. ഇദ്ദേഹം പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് കേരളത്തിലെ ഏറ്റവും സീനിയറായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ്, എടപ്പള്ളി പോലീസ് ആക്രമണ കേസിലെ പ്രതി, കേരളത്തിലെ ധനകാര്യമന്ത്രിയായിരുന്ന ആള്, CPM നേതാവ് വിശ്വനാഥ മേനോൻ പാർട്ടി വിട്ട് BJP പോയത്. നമ്പർ 2, CPM MLA ആയിരുന്ന കണ്ണന്താനം പാർട്ടി വിട്ട് BJP പോയി കേന്ദ്രമന്ത്രിയായി. ആ കേന്ദ്രമന്ത്രിക്ക് ഈ പിണറായി വിജയൻ ലഞ്ച് കൊടുത്തു. അപ്പൊ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലത്താണ് ഇവരൊക്കെ പോയത്. അന്ന് ഏറ്റവും നാണം കണ്ട പാർട്ടിയായിരുന്നു CPM. അതാ മറുപടി. ആ പാർട്ടി വിട്ട് ആരൊക്കെ ഇങ്ങോട്ടൊക്കെ പോകും? അതൊക്കെ പല കാലത്തും പോയിട്ടുണ്ട്. CPM നിന്നാണ് ഏറ്റവും കൂടുതൽ ആളുകൾ BJP പോയിട്ടുള്ളത്.
CPM നിന്ന്. ഞാൻ പറയല്ലോ, ഞങ്ങളുടെ അങ്ങനത്തെ സ്റ്റാർ ആയിട്ടുള്ള ആരും പോയിട്ടില്ലല്ലോ കോൺഗ്രസിൽ നിന്ന്. ഇതല്ലേ പോയേക്കണത്. ഇത് ഈ രണ്ടുപേര്, ഒരാൾ MLA ആയിരുന്ന ആള്, ഒരാള് ധനകാര്യമന്ത്രിയായിരുന്ന ആള്, കേരളത്തിലെ ഏറ്റവും സീനിയർ കമ്മ്യൂണിസ്റ്റ് നേതാവ് പാർട്ടി വിട്ടുപോയപ്പോ അന്ന് നാണം കെട്ട പാർട്ടി ആയിരുന്നില്ലേ. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഓർക്കാതെ പറയുകയാണ് ഇതൊക്കെ. കോൺഗ്രസിനെ നാണം കെട്ട പാർട്ടി, ഒരാള് കോൺഗ്രസ് വിട്ട് CPM അല്ല BJP പോയപ്പോ. അപ്പൊ അന്ന് എന്തായിരുന്നു? ഇയാള് സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഏറ്റവും നാണം കെട്ട പാർട്ടിയായിരുന്നു CPM. ഈ പരസ്യ പ്രചരണത്തിന്റെ അവസാനം നാളെ നമ്മുടെ ഡൽഹി ലെഫ്റ്റനന്റ് ഗവർണർ സക്സേന തീരദേശത്ത് ബിഷപ്പിനെയൊക്കെ കാണാനായിട്ട് വരുന്നത്. അപ്പം അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം എങ്ങനെ പറയപ്പെടുന്നത്? രണ്ട് കാര്യം ഞാൻ പറഞ്ഞുതരാം. തെരഞ്ഞെടുപ്പ് പ്രചരണം അവസാനിക്കുന്നതിന് മുമ്പ് കേന്ദ്രമന്ത്രിമാർക്കോ MPമാർക്കോ ആർക്ക് വേണമെങ്കിലും, സംസ്ഥാന മന്ത്രിമാർക്കോ ആരെയും കാണാം. തെരഞ്ഞെടുപ്പ് പ്രചരണം കഴിഞ്ഞാൽ കാണാൻ പാടില്ല. പക്ഷെ ഡൽഹി ഗവർണർക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നതിന് മുമ്പും ആരെയും കാണാൻ പാടില്ല. കാരണം ഗവർണർ വേറെ കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റാണ്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങാൻ പാടില്ല, സ്വാധീനിക്കാൻ ഇറങ്ങാൻ പാടില്ല. ഡൽഹി ഗവർണറുടെ ഇന്നത്തെയും നാളത്തെയും സന്ദർശനം അനുചിതമാണ്. ഇലക്ഷൻ കമ്മീഷൻ നടപടിയെടുക്കേണ്ടതാണ് യഥാർത്ഥത്തിൽ. ഇക്കാര്യത്തിൽ ഈ സംസ്ഥാന ഗവൺമെന്റിന് നേരത്തെ ബംഗാൾ ഗവർണർ പല സ്ഥലത്തും പോയപ്പോൾ സുപ്രീം കോടതി തന്നെ വിലക്കിയതാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പോകാൻ പാടില്ല. കാരണം ഇപ്പം സെക്യൂരിറ്റി നമ്മൾ വേറൊരു ആംഗിളിലേക്ക് തിരിച്ചു വെച്ചപ്പോൾ ഗവർണർ പോലുള്ള അപ്പം ആ സാഹചര്യത്തിൽ സംസ്ഥാന സർക്കാർ അത് ചൂണ്ടിക്കാണിക്കേണ്ടതല്ലേ? സംസ്ഥാന സർക്കാർ അത് പറഞ്ഞില്ലല്ലോ. സംസ്ഥാന സർക്കാർ അത് പറയണ്ടേ? ഇന്നലെ തന്നെ വിഷം ചീറ്റുന്ന പ്രസ്താവന രാജസ്ഥാനിൽ നടത്തിയിട്ട് രാവിലെ പൊതുയോഗത്തിൽ പ്രസംഗിച്ചപ്പോൾ മുഖ്യമന്ത്രി അതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല. പിന്നെ ശ്രീ KC വേണുഗോപാലും ഞാനുമൊക്കെ വന്ന് കേരളത്തിൽ അതിശക്തിയായി പ്രതികരിച്ചു കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരത്തെ പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞത്. രാവിലെ ഇതുപോലത്തെ ഏറ്റവും ഹീനമായൊരു പ്രസ്താവന പ്രധാനമന്ത്രി നടത്തിയിട്ട് മറുപടി പറയാൻ പോലും ധൈര്യം ഉണ്ടായിരുന്നില്ല രാവിലെ. ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വൈകുന്നേരം പറഞ്ഞത്. രാവിലെ അറിഞ്ഞിട്ടുണ്ടായല്ലോ മുഖ്യമന്ത്രി തലേ ദിവസം നടത്തിയ ആ പ്രസംഗത്തിൽ ഇല്ലായിരുന്നു പുള്ളി. ഒരക്ഷരം വേണ്ടിയില്ല അതിനെപ്പറ്റി. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ പഴയ ഒരു പ്രീസിഡന്റ് പറഞ്ഞതാണ്. അല്ല, ഞാൻ ഒരു പ്രീസിഡന്റ് പറഞ്ഞതാണ്. ഇവിടെ പറയുന്നതിനുള്ള മറുപടി പറഞ്ഞതാണ്. ഇവിടെ ഈ 100 ഗുജറാത്ത് തൂത്തുവാരും BJP 100 സീറ്റിൽ പോലും കോൺഗ്രസ് വരില്ല, രാഹുൽ ഗാന്ധി ഒരിക്കലും പ്രധാനമന്ത്രി ആവില്ല എന്നൊക്കെ ഇവിടുത്തെ നേതാക്കന്മാർ പറയാണ്. അപ്പൊ ഞാനൊരു പ്രീസിഡന്റ് പറഞ്ഞു മറുപടി. ഇവരവിടെ പോയാലും ചെയ്യുമെന്ന് എന്ത് വിശ്വാസമുള്ളത്? അത്രേ പറഞ്ഞുള്ളൂ. ഈ CPM പറഞ്ഞ 3 കാര്യങ്ങൾക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായില്ലേ? ഗോവിന്ദന്റെ പ്രസ്താവന, ഗുജറാത്ത് തൂത്തുവാരും 100 സീറ്റ് കിട്ടില്ല. CPMന്റെ ക്യാമ്പയിൻ, എന്നോടുള്ള ചോദ്യം അതായിരുന്നു. അതായത് രാഹുൽ ഗാന്ധി പണ്ട് പ്രധാനമന്ത്രി ആവുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അതിനുള്ള യാതൊരു സാധ്യതയില്ല. അതായത് BJP അധികാരത്തിൽ വരുന്നില്ലേ ആ പറഞ്ഞതിന്റെ ക്യാമ്പയിന്റെ അർത്ഥം മനസ്സിലായ? അതിനുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. പഴയ ഒരു പ്രസിഡന്റ് അതറിയില്ല എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് അറിയില്ല. എന്തായാലും ഒരു പ്ലോട്ടുണ്ട്, ഒരു ഗൂഢാലോചന ഉണ്ട് അവിടെ. ഞാൻ ചോദിക്കട്ടെ, അവിടെയൊക്കെ ജയിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ്. ഇല്ലെങ്കിൽ മര്യാദയ്ക്ക് ഇലക്ഷൻ നടത്തി അവർക്ക് ജയിച്ചാൽ പോരെ. സൂറത്തിലൊക്കെ മര്യാദയ്ക്ക് ഇലക്ഷൻ നടത്തി ജയിച്ചാൽ പോരെ. അവിടെയൊക്കെ കോൺഗ്രസ് ജയിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് കണ്ടിട്ടാണ് ഇതുപോലെ ഗൂഢാലോചന നടത്തി എന്തോ ഒരു പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അത് എന്താണെന്നുള്ള മുഴുവൻ കാര്യങ്ങളും വെളിയിൽ വന്നിട്ടില്ല. വെളിയിൽ വരട്ടെ, വരുമ്പോ നമുക്ക് നോക്കാം. ഓഡിയോ സന്ദേശമില്ല. കൈരളിയിൽ ഒരു വാർത്ത കണ്ട് ഞാൻ. അത് ഞങ്ങളുടെ ഓൺലൈൻ മീറ്റിംഗിൽ, ഫോൺ സംഭാഷണമൊന്നുമല്ല, ഓൺലൈൻ മീറ്റിംഗിൽ ഞങ്ങൾ തമ്മിൽ തർക്കമല്ല ഒരു അഭിപ്രായം പറഞ്ഞു. അതായത് 137 ചലഞ്ച് നമ്മുടെ പാർട്ടിയിലെ ചർച്ചയാണ്, ഇന്റേണൽ ചർച്ചയാണ്. അത് പറയാൻ പാടില്ലാത്തതാണ് പുറത്ത്. ഇത് ഇങ്ങനെ ആരോ ചോർത്തി വന്നതാണ് ആ വാർത്ത. ഈ 137 പ്രൊഫഷണലായിട്ടല്ല ചെയ്തത്, ഒരു പരീക്ഷണമായിട്ടാണ് ചെയ്തത്. 2 ബാങ്കിലെ അക്കൗണ്ടായിരുന്നു. അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് മനസ്സിലാവില്ല. പൈസ അവിടെ തന്നെ ഉണ്ട്, പൈസ ആരും കൊണ്ടുപോയില്ലല്ലോ, ബാങ്കിലല്ലേ ഉള്ളത്. അപ്പോ ഒരാൾ പറയാണ് ഞങ്ങൾ 50,000 രൂപ അയച്ചിട്ടുണ്ട്. അപ്പൊ വേറൊരാൾ പറയാം ഞങ്ങൾ 1,00,000 രൂപ അയച്ചിട്ടുണ്ട്. അപ്പൊ ഇതാവുന്നില്ല, ടാലി ആവുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഇനി അടുത്തതിൽ 138 കുറെ കൂടി പ്രൊഫഷണലായിട്ട് ചെയ്യണം, കുറെ കൂടെ ഭംഗിയായിട്ട് ചെയ്യണം. ആരാണ് പൈസ അയച്ചതെന്ന് അറിയണം.
അപ്പൊ എന്നിട്ട് ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ അപ്പൊ KPC പ്രസിഡന്റ് അത് സമ്മതിച്ചു. അപ്പൊ ഞാൻ ഇതുവരെയുള്ള കണക്കിനെ കുറിച്ചല്ല തർക്കം. ഞാൻ അതിൽ പറയുന്നുണ്ട് കണക്കൊന്നും വെക്കണ്ട, കണക്കല്ല തർക്കം, കുറച്ചുകൂടി പ്രൊഫഷണലായിട്ടും കുറച്ചുകൂടി ഭംഗിയായിട്ടും ചെയ്യണം. അപ്പൊ ആരാണ് പൈസ അയച്ചതെന്ന് വെറുതെ ഓരോരുത്തരും അവകാശവാദം പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ആരാണ് പൈസ അയച്ചതെന്ന് കൃത്യമായിട്ട് ഒരു പ്രൊഫഷണലായിട്ട് ചെയ്തു. 138 ഭംഗിയായിട്ട് ചെയ്തു. അത് എന്റെ അഭിപ്രായം സ്വീകരിച്ച് അതൊക്കെ ഒരു ഇന്റേണൽ ആയിട്ടുള്ള പാർട്ടിയിൽ ഞങ്ങളുടെ ഒരു സിസ്റ്റം മെച്ചപ്പെടുത്താൻ വേണ്ടി നടക്കുന്ന ചർച്ചയല്ലേ. അത് ഇന്ന് കൈരളിയിട്ടിട്ട് ഞാനും സുധാകരനും തർക്കമെന്ന് പറഞ്ഞു. ഞങ്ങൾ തർക്കിക്കണമല്ലോ, അതിൽ സജഷൻ പറയാണ്, അഭിപ്രായം. അപ്പൊ അവിടെ ഒരു ചർച്ച നടന്നതിന്റെ സമ്മപ്പ് ചെയ്തുകൊണ്ടല്ലേ ബാബു ഉണ്ടായിരുന്നല്ലോ, അവിടെ ഒരു ചർച്ച നടന്നതിന്റെ സമ്മപ്പ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കുറെ കൂടി ബെറ്റർ ആക്കാനുള്ള സജഷൻ. അത് KPC പ്രസിഡന്റ് അവിടെ വെച്ച് അക്സെപ്റ്റ് ചെയ്തു. എന്താ ഒന്നുമില്ലല്ലോ ഈ അവസാനത്തെ ദിവസമായിട്ടും കയ്യിലേക്കൊന്ന് രാവിലെ കൊടുക്കാൻ ഒരു സാധനം ഇല്ല കയ്യില്. ആ പാർട്ടിക്കകത്തുള്ള ചർച്ചയാണ്. അല്ല അതൊന്നും അതിനകത്തില്ലല്ലോ. എന്റെ അല്ല അത് ഞങ്ങളിവിടെ അതിന്റെ എല്ലാത്തിന്റെയും കൃത്യമായ കണക്കുകൾ ഇവിടെ ഉണ്ട്, KPCC-ലുണ്ട്. അതെല്ലാം പിറ്റത്തെ KPCC യോഗത്തിൽ അത് ഭംഗിയായിട്ട് അവതരിപ്പിക്കുകയും ചെയ്ത് അത് കറക്റ്റായിട്ട് അവതരിപ്പിക്കുകയും ചെയ്തു അന്നത്തെ ട്രഷററായിരുന്ന ഒരാള്. അത് സംബന്ധിച്ചുള്ള തർക്കമല്ലല്ലോ ഉള്ളത്. ഒരു സിസ്റ്റം നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഇങ്ങനെ ഈ ക്രൗഡ് ഫണ്ടിങ് പോലെ 137 ഒരു പരീക്ഷണമായിരുന്നു. അപ്പൊ അത് വന്നപ്പോ അയച്ച ആരാന്ന് അറിയില്ല. അപ്പൊ ഈ DCC പ്രസിഡന്റുമാരൊക്കെ ബൂത്തിൽ അവർക്ക് കണക്ക് കൊടുത്തിട്ട് അവർ പറയും ഞങ്ങളുടെ ജില്ലയിൽ നിന്ന് ഇത്രയും പോയിട്ടെന്ന് പറയും. നോക്കുമ്പോ അവിടെ അത്രയും വന്നിട്ടില്ല. അപ്പൊ DC പ്രസിഡന്റുമാർക്കൊക്കെ വിഷമമായി. അപ്പൊ ചർച്ച അതാ. അപ്പൊ ഞാനാണത് കൺക്ലൂഡ് ചെയ്ത് ഞാൻ പറഞ്ഞു ഇതുവരെ ഉള്ളത് പോട്ടെ, നമുക്കറിയില്ല, പൈസ ഒന്നും പോയിട്ടില്ല, പൈസ അക്കൗണ്ടിൽ തന്നെയുണ്ട്, പൈസ അക്കൗണ്ടിൽ നിന്നാണ് പോകാന്. പക്ഷെ ആരാണ് പൈസ അയച്ചതെന്ന് അറിഞ്ഞാൽ ഏതെങ്കിലും ജില്ലയിൽ നിന്ന് കുറവുണ്ടോ, ഏതെങ്കിലും ജില്ലയിൽ നിന്ന് ഏതെങ്കിലും നിയോജകമണ്ഡലത്തിൽ നിന്ന് കിട്ടാത്തയുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അതുകൊണ്ട് ഒന്നും കൂടി പ്രൊഫഷണലൈസ് ചെയ്തേക്കാം. പ്രസിഡന്റ് അപ്പൊ തന്നെ അക്സെപ്റ്റ് ചെയ്ത് അടുത്ത പ്രാവശ്യം പ്രൊഫഷണലൈസ് ചെയ്ത് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ 34 കോടി കളക്ട് ചെയ്ത ഏജൻസി പറ്റിയാണ്. അങ്ങനെ ആരെയാണ്, നല്ല ഏജൻസിയാണ്. അത് നമുക്കൊരു പ്രൊഫഷണൽ നോഹൗ, ടെക്നിക്കൽ നോഹൗ വേണ്ടേ, നമുക്ക് അറിയില്ലല്ലോ വെച്ച്. ഫോണല്ല യോഗത്തിൽ, ഓൺലൈൻ മീറ്റിംഗ് ആണ്. അതിൽ ട്രഷറർ സംസാരിക്കേണ്ട അതിന്റെ ഇടയിൽ നിങ്ങളത് ഫോൺ സംഭാഷണം എന്നും പറഞ്ഞിട്ട് വലിയ വിവാദമാക്കി വലിയ വാർത്ത. അത് നല്ല ചോദ്യമാണ്, അത് നല്ല ചോദ്യമാണ്. അത് നല്ല ചോദ്യം, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല ചോദ്യമാണ്. സുഹൃത്ത് ചോദിച്ചത് നല്ല ചോദ്യമാണ്, നല്ല ചോദ്യം, അത് നല്ല ചോദ്യം. പിന്നെ പോളിറ്റ് ബ്യൂറോ കൂടിയപ്പോ പുറത്തു വരും. ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അവിടുത്തെ ബ്രാഞ്ച് കമ്മിറ്റിയിലും മെമ്പറാണ്. ഞാൻ അവിടുത്തെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയിലും മെമ്പറാണ്. കോളേജിൽ പഠിക്കുന്നു. ഞാൻ അവനോട് ചോദിച്ചാ അവൻ എന്ത് ചെയ്താ തലേദിവസത്തെ ബ്രാഞ്ച് കമ്മിറ്റിയുടെ കാര്യം എന്നോട് പറയില്ല. ഞങ്ങൾ അത്ര സുഹൃത്തുക്കളാ. ഞാൻ മണ്ഡലം കമ്മിറ്റിയുടെ കാര്യം അവനോടും പറയില്ല. ഇപ്പൊ ACC കൂടിയാലും KPC കൂടിയാലും പോളിറ്റ് ബ്യൂറോ കൂടിയാലും കേന്ദ്ര കമ്മിറ്റി കൂടിയാലും വാർത്ത പുറത്തു വരും. അത് ഈ കാലമാണ്, അത്രേ ഉള്ളൂ. ഇത് അന്വേഷിക്കാം. ഈ AK ബാലൻ ഒരു പാർട്ടിയുടെ ഇന്നർ യോഗത്തിൽ പ്രസംഗിച്ചത് എങ്ങനെയാണ് പത്രത്തിൽ വന്നത്, അതും കൂടെ ഒന്ന് അന്വേഷിച്ചൂടെ? അല്ല, അത് തന്നെ പുറത്തു വന്നത്, അദ്ദേഹത്തിന്റെ ശബ്ദരേഖ പുറത്തു വന്നു. അതിനാ ഈനാ ബെഞ്ചിയും മരപ്പെട്ടിയും ഒക്കെ പറഞ്ഞത്. ബോംബ് നമ്മളെ അറിയാൻ വേണ്ടിട്ട് ബോംബുണ്ടാക്കിക്കൊണ്ടിരിക്കുക. RSS ആയിട്ട് മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് സെറ്റിൽ ചെയ്ത് ശ്രീ എമ്മിന്റെ സാന്നിധ്യത്തിൽ പിണറായി വിജയനും RSS നേതാക്കളും കൂടി എല്ലാം സെറ്റിൽ ചെയ്ത് ഇപ്പൊ ഉണ്ടാക്കുന്ന ബോംബ് നമുക്കെതിരെ അറിയാൻ വേണ്ടി ഉണ്ടാക്കുകയാണ്. എന്തൊരു കഷ്ടമാണ്. ഏത് ഇല്ലില്ല, ഇപ്പൊ പറഞ്ഞപ്പോ എല്ലാം അറിയണത്. അല്ല, ഇന്ന് ഞാൻ കണ്ടില്ല. അറിയാലും എന്താ RSSന്റെ എന്താ, RSS ഞങ്ങൾക്ക് എതിരല്ലേ അറിയുള്ളൂ, നിങ്ങൾക്ക് എതിരെ അറിയില്ലല്ലോ. നിങ്ങളായിട്ട് സെറ്റിൽമെന്റ് അല്ലേ, നിങ്ങളായിട്ട് ധാരണയില്ലേ? മുഖ്യമന്ത്രി എന്ന് പറഞ്ഞല്ലോ, മുഖ്യമന്ത്രി കാറ് മാറിപ്പോയി, 1-ാം നമ്പർ കാറ് മാറിപ്പോയി, മസ്കറ്റ് ഹോട്ടലിൽ പോയി ചർച്ച നടത്തി, സെറ്റിൽമെന്റ് ഉണ്ടാക്കി. ആ ശ്രീ എമ്മിന് 4 ഏക്കർ പതിച്ചും കൊടുത്ത് ഇപ്പൊ ഈ ഇലക്ഷന് മുമ്പ് പുള്ളി ഒന്നും കൂടി വന്ന് ഒന്നും കൂടി സെറ്റിൽമെന്റ് ആക്കി നല്ല ഇടനിലക്കാരായിട്ട് ചെയ്ത്. നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ലല്ലോ, RSSമായിട്ട് വല്ല വിഷയമുണ്ടോ? ഇപ്പൊ RSS ഉണ്ടാക്കിയാലും നിങ്ങൾ ഉണ്ടാക്കിയാലും നമുക്കിട്ട് അറിയാൻ വേണ്ടി ഉണ്ടാക്കുന്നതാണ്, അതല്ലേ പ്രശ്നം. ശരി,
ലീഗ് മത്സരിക്കുന്ന 2 മണ്ഡലങ്ങളിലും ദേശീയ നേതാക്കളൊന്ന് വന്നു. ഈ പച്ചക്കൊടി പയറ്റിലാണ് ലീഗ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഉൾപ്പെടെ രാഹുൽ ഗാന്ധിയുടെ പരിപാടി കൊടുത്തിരുന്നു. രാഹുൽ ഗാന്ധിക്ക് ഫുഡ് പോയിസണിങ് അടിച്ചതുകൊണ്ട് അദ്ദേഹം വയനാട്ടിലെ പരിപാടിയും ഈ അന്ന് കൊടുത്തിരുന്ന പരിപാടി എല്ലാം ക്യാൻസൽ ചെയ്തു കംപ്ലീറ്റ്. പിന്നെ കോഴിക്കോട് നടന്നതിന് കോഴിക്കോട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നല്ലേ സ്ഥാനാർത്ഥികളെ 2 ലീഗ് സ്ഥാനാർത്ഥികളെയും ഒരുമിച്ച് സ്റ്റേജിൽ അവതരിപ്പിച്ചിരുന്നു കോഴിക്കോട്. ആ മണ്ഡലത്തിൽ ക്യാൻസൽ ചെയ്യേണ്ടി വന്നാണ്. 1-ാം റൗണ്ടിലും പ്രിയങ്ക വന്ന് പോയപ്പോഴും അല്ലെന്നേ, ഞങ്ങൾ രാഹുൽ ഗാന്ധിക്കാണ് അവിടെ ഡേറ്റ് കൊടുത്തിരുന്നത്. രാഹുൽ ഗാന്ധിയുടെ 4 പരിപാടികൾ റദ്ദാക്കി കേരളത്തിൽ. പിന്നെ രാഹുൽ ഗാന്ധിയുടെ വയനാട് പരിപാടിയും റദ്ദാക്കി. അദ്ദേഹത്തിന്റെ കോൺസ്റ്റുവൻസിയിൽ അദ്ദേഹത്തിന് ഇന്നലെ അദ്ദേഹം വരണ്ടാണ്, പോകാൻ പറ്റിയില്ല, അത് അസുഖമായതുകൊണ്ടല്ലേ. ശരി, അപ്പൊ നിങ്ങൾ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയൊന്നും കണ്ടില്ലേ? രാഹുൽ ഗാന്ധി കണ്ണൂര് മുതൽ ഞാൻ അദ്ദേഹത്തെ കൂടെ യാത്ര ചെയ്ത കണ്ണൂര്, പാലക്കാടും കോട്ടയത്തും പരിപാടി ഉണ്ടായിരുന്നു. എല്ലാ സ്റ്റേജിലും എല്ലാ സ്ഥലത്തും ലീഗിന്റെ കൊടിയും കോൺഗ്രസിന്റെ കൊടിയും ഒരുമിച്ചാണ് കെട്ടിയിരുന്നത്. പിന്നെ UDFന്റെ പ്രചരണം എല്ലാ പ്രചരണത്തിലും UDFന്റെ എംബ്ലം ഉണ്ട്, അതിൽ ലീഗിന്റെ കൊടി കൂടിയുണ്ട്. ശരി, ഈ മാധ്യമ പരമ്പരയിൽ എല്ലാവരും